ഹലോ സ്റ്റുഡൻസ്, റിസർച്ച് മെത്തഡോളജിയുടെ 4ാം ഭാഗം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്തിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി എന്നിങ്ങനെ പല ഡിഫറൻറ്റ് സബ്ജക്ട്സിനിടയിൽ എന്താണ് സയൻസ് എന്ന പേരിൽ കോമൺ ആയിട്ടുള്ളത്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ദർ ഇസ് എ മെത്തേഡ് ഇൻവോൾവ്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ പല ഡിഫറൻറ്റ് സബ്ജക്ട്സ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ആ വിഷയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ അവലംബിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് അവിടെ കോമൺ ആയിട്ടുള്ളത് നമ്മളവിടെ പറഞ്ഞു. ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് റിസർച്ച് മെത്തഡോളജി ഓർ ദ മെത്തേഡ് ഓഫ് സയൻസ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്ന മെത്തേഡാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ എ സയൻറ്റിഫിക് റിസർച്ച് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസർച്ച് മെത്തേഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്, മെത്തഡോളജി എന്ന വാക്കും മെത്തേഡ് എന്ന് പറയുന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യന് ആൻസർ അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു അന്വേഷണ രീതി, മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് നമ്മളിവിടെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന പേരിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, അതിന് പ്രധാനമായിട്ടും 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. മറ്റു ചിലയിടങ്ങളിൽ ഇതിൽ ഇടയ്ക്കുള്ള ചില ഘട്ടങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ വളരെ ബ്രോഡ്ലി സ്പീക്കിംഗ് ഈ 5 ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ ഈ 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മളുടെ സയൻറ്റിഫിക് മെത്തേഡിനെ അതിൻ്റെ ഒരു പവർഫുൾ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആക്കി മാറ്റുന്നത്. നമുക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് പരിചയപ്പെടാം. അതിൽ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു കാര്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഒരു പ്രത്യേക ഒബ്സർവേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഫിനോമിനൻ തമ്മിലുള്ള കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനൊക്കെയാണ് നമ്മളവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച്, നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് നമുക്ക് ഉറപ്പ് വേണം നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്. സോ വാട്ട് ആർ വി ലുക്കിംഗ് ഫോർ? അതാണ് നമ്മൾ ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അത് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവും. എന്തുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്? വൈ ഈസ് ദ സ്കൈ ബ്ലൂ? ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ചോദ്യം വളരെ സ്പെസിഫിക് ആണെങ്കിൽ മാത്രമേ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. മറ്റൊരു ചോദ്യം പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രത്യേക അസുഖം, ഉദാഹരണത്തിന് ശ്വാസകോശ ക്യാൻസർ എന്ന് പറയുന്നൊരു അസുഖം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് കരുതുക. ഒരു റിസർച്ചർ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഈ അസുഖത്തിനുള്ളൊരു മരുന്ന് കണ്ടെത്താൻ സാധിക്കുക. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ റിസർച്ച് ക്വസ്റ്റ്യൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് അതിനേക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ഷനിൽ അന്വേഷിച്ചാലാണ് ആ ഉത്തരം കണ്ടെത്താൻ കഴിയുക എന്നൊരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ആദ്യത്തെ ആ ക്വസ്റ്റ്യൻ കൃത്യമായി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അതുവഴിയുള്ള റിസർച്ചിൻ്റെ ഔട്ട്കമ്മിനെ മുഴുവൻ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിഷ്യൽ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഒരു പൊതുവിൽ കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ ഒരു കൺജക്ചർ എന്നാണ്. അതായത് നമുക്ക് നമ്മളൊരു ചോദ്യം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അതുവരെയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാൻഡിഡേറ്റ് ആൻസർ ഉണ്ടാക്കാൻ കഴിയും. അതായത് ഇതായിരിക്കാം ആ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ അങ്ങനെ ഉത്തരമാകാൻ സാധ്യതയുള്ള ചില അഭ്യൂഹങ്ങളെ അതിനെയാണ് നമ്മൾ ശരിക്കും ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നല്ലൊരു എഡ്യൂക്കേറ്റഡ് ഗസ് ആണ് നമുക്ക് പറയാം. അതുവരെയുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതായിരിക്കാം അതിൻ്റെ ഉത്തരം എന്ന് പറയാം. ചിലപ്പോൾ ആ ഹൈപ്പോത്തിസിസ് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഐൻസ്റ്റൈൻ്റെ ഏതെങ്കിലും ഒരു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു കണ്ടെത്തൽ എന്ന് കരുതിക്കോളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് മെർക്കുറിയുടെ ഓർബിറ്റിന് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രിസിഷൻ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഐൻസ്റ്റൈൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ് മുമ്പോട്ട് വെച്ചത്. സ്പേസും ടൈമും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് ഒരു എക്സാമ്പിൾ, ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നാൽ എല്ലാ സ്ഥലത്തും ഇത്തരം പ്രിസിഷനോടുകൂടിയുള്ള ഹൈപ്പോത്തിസിസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇന്ന ഭാഗത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്പീഷീസ് ഓഫ് ഫിഷസ്, ഒരു പുതിയ തരം മത്സ്യം ജീവിക്കുന്നുണ്ടാകാം
അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രിസിഷൻ ഇല്ല. ആ മത്സ്യം എങ്ങനെ ഇരിക്കും, അത് എങ്ങനെ കണ്ടെത്താം, അതിനെക്കുറിച്ചൊന്നുള്ള ധാരണ നമുക്ക് അതിനകത്ത് വ്യക്തമല്ല. അപ്പോൾ ആ ഹൈപ്പോത്തസിസ് അത്ര പ്രിസൈസ് അല്ല എന്ന് പറയാൻ കഴിയും. പക്ഷേ അപ്പോഴും അതൊരു ഹൈപ്പോത്തസിസ് തന്നെയാണ്. പിന്നെ പൊതുവെ നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൽ 2 തരം ഹൈപ്പോത്തസിസുകളെ കുറിച്ച് പറയാറുണ്ട്. ഒന്നിനെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്നും മറ്റൊന്നിനെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ആ വാക്കുകൾ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കും. അത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അത് വളരെ ഡീപ്പായിട്ടുള്ള 2 ആശയങ്ങളാണ്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മളൊരു റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സംഗതിയെ തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുക. അപ്പോൾ അവിടെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് പുകവലിയും ക്യാൻസറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മളവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിസർച്ച് പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കലാണ്. അപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പുകവലിക്കുന്ന ആളുകളുടെ എണ്ണവും ശ്വാസകോശ ക്യാൻസർ ബാധിച്ച ആളുകളുടെ എണ്ണവും അവരിൽ കോമൺ ആയിട്ടുള്ള ആളുകൾ, ശ്വാസകോശ ക്യാൻസർ ഉള്ള ആളുകളിൽ എത്ര പേർക്ക് പുകവലിക്കുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ പുകവലിക്കുന്ന സ്വഭാവമുള്ള ആളുകളിൽ എത്ര പേർക്ക് ശ്വാസകോശ ക്യാൻസർ ഉണ്ട്, അങ്ങനെ നിരവധി ഘടകങ്ങൾ നമ്മളവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ പുകവലിയുള്ള ശീലമുള്ളവരുടെയും ക്യാൻസർ രോഗമുള്ളവരിലും ഒരു കോറിലേഷൻ, പരസ്പര ബന്ധം നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് ഫാൾസ് ആയിരുന്നു എന്ന് പറയാം. അതായത് പുകവലിയും ശ്വാസകോശ ക്യാൻസറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് നമ്മളവിടെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നു. അതിന് നമ്മൾ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഈ കോഴ്സിൻ്റെ സ്കോപ്പിൽ പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിന് ഉദാഹരണമാണ്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പുകവലിക്കുന്നവർക്ക് ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുമെന്ന അറിവ് നമ്മൾ വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തിയതാണ്. ഓക്കെ, അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് തെളിയിക്കുക എന്നതാണ് അവിടുത്തെ നമ്മളുടെ എയിം എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. മൂന്നാമത്തെ ഘട്ടം പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഘട്ടമാണ്. നമ്മൾ ഹൈപ്പോത്തിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. അതായത് ഇതായിരിക്കാം അതിൻ്റെ കാരണം എന്നൊരു ഊഹം മാത്രമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം ചെയ്യുന്നത് ഈ ഊഹമായിട്ട് നമ്മൾ നടത്തിക്കുന്ന കാരണം, ഇന്ന കാരണം കൊണ്ടാണ് ഒരു കാര്യം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുക. അപ്പോൾ നമ്മൾ മുമ്പോട്ടൊരു ഉദാഹരണം പഠിക്കുമ്പോൾ അതെന്താണെന്ന് പിടികിട്ടും. അപ്പോൾ ആ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൈപ്പോത്തിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന ഒരു പ്രവചനമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രഡിക്ഷൻ അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പിന്തുടരുന്ന ഹൈപ്പോത്തിസിസിനെ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു നല്ല മെത്തേഡായിട്ടാണ് നമ്മൾ പ്രഡിക്ഷനെ ഉപയോഗിക്കുന്നത്. ഹൈപ്പോത്തിസിസ് ഇന്നതാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതിയാകും, അല്ലേ? അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് ടെസ്റ്റിംഗ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഹൈപ്പോത്തിസിസിലുള്ള പ്രഡിക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞ ശേഷം ആ പ്രഡിക്ഷൻ ആക്ച്വലി നടക്കുന്നുണ്ടോ എന്ന്, ആ പ്രഡിക്ഷനിലുള്ള റിസൾട്ട് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മളുടെ ഹൈപ്പോത്തസിസ് നമ്മളുടെ ഒരു മാനസികമായി നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഉത്തരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പ്രത്യേക പ്രഡിക്ഷൻ നടത്തിയത്. അത് റിയൽ വേൾഡിൽ, നമ്മൾ ജീവിക്കുന്ന റിയൽ വേൾഡിൽ ഈ ടെസ്റ്റിങ് അല്ലെങ്കിൽ ഈ പ്രഡിക്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന റിസൾട്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും ബേസിക് സയൻസ് പോലുള്ള വിഷയങ്ങളിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഇന്നതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഹൈപ്പോത്തിസിസ് അതിൻ്റെ പ്രഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അപ്പോൾ ഓരോ ഹൈപ്പോത്തസിസിനും അതിൻ്റേതായ രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് മെക്കാനിസം ആയിരിക്കും നമുക്ക് അനുയോജ്യമായി വരിക. നമ്മൾ ശരിയായി ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന തീരുമാനത്തിൽ എത്തുന്നതിൽ പിഴവ് സംഭവിച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ചിന് മൊത്തം അത് പാകപ്പിഴയായിട്ട് മാറിയേക്കാം. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അവസാനത്തെ ഘട്ടമാണ് ഇതിൽ പ്രഡിക്ഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം അവസാനം അതിൻ്റെ അനാലിസിസ് എന്ന ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ പ്രഡിക്ഷൻ കഴിഞ്ഞു, ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവ പരസ്പരം കമ്പയർ ചെയ്യുകയോ പരസ്പരം കൂട്ടിക്കിഴിച്ച് നോക്കുകയോ ഒക്കെ നമ്മൾ അതിൻ്റെ
എവിഡൻസ് അന്വേഷിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതായത് ഈ മുമ്പിലുള്ള നമ്മളുടെ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് എത്രത്തോളം നമ്മളുടെ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് റിസർച്ച് മെത്തേഡിൻ്റെ ഭാഗമായി നമ്മൾ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് എന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ ഒന്നിലധികം ഹൈപ്പോത്തസിസുകൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നുണ്ടാവും. ഒരു പ്രത്യേക കാര്യം വിശദീകരിക്കാൻ പല സാധ്യതകളുള്ള പല ഹൈപ്പോത്തസിസുകൾ നമ്മളുണ്ടായിരിക്കും. ഈ ഓരോ ഹൈപ്പോത്തസിസും നമ്മൾ വെവ്വേറെ ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവ പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം ഏത് ഹൈപ്പോത്തസിസ് ആണ് കൂടുതൽ നന്നായി ടെസ്റ്റിങ്ങിൽ വിജയിക്കുന്നത്, അതാണ് നാളെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് മാറുന്നത്. ആ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെയും അതൊരു ഫോർമുലേഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്ന ഘട്ടത്തിലെത്തുന്നു. പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഈ 5 ഘട്ടങ്ങളും സൈക്ലിക്കായി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സോ ബേസിക്കലി ഇതാണ് സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് വളരെ ഫോർമലായിട്ട് തോന്നുമെങ്കിലും നമുക്കെല്ലാം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉദാഹരണം വെച്ചിട്ട് ഇത് ഒന്നുകൂടി നമുക്കൊന്ന് വിശദീകരിക്കാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ ഒരു ഒബ്സർവേഷൻ എടുക്കുക. അതായത് നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ദർ ഇസ് എ ക്വസ്റ്റ്യൻ, നിങ്ങൾ സ്വിച്ച് ഇട്ടിട്ടും എന്തുകൊണ്ടാണ് ബൾബ് കത്താത്തത്? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കാം, ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ലളിതമാണ്. നമ്മൾ സ്വിച്ച് ഇട്ടിട്ടും എന്തുകൊണ്ടാണ് ബൾബ് കത്താത്തത്? അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്താണ്? രണ്ടാമത്തെ ഘട്ടം ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്വിച്ച് ഇട്ടാലും ലൈറ്റ് കത്താതിരിക്കാം എന്ന് നിങ്ങൾ കുറേ അനുമാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അവയാണ് നമ്മളിവിടെ ഹൈപ്പോത്തസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലതരം ഹൈപ്പോത്തസിസുകളുടെ സാധ്യതയാണ്. ഒന്ന്, ഏറ്റവും ലളിതമായിട്ടുള്ള ഹൈപ്പോത്തസിസ് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാകാം. 2, ബൾബ് കേടായി പോയതുകൊണ്ടാകാം. 3, ആ ബൾബ് ഇടുന്ന ഹോൾഡറിന് കേടായിട്ടുണ്ടാകാം. 4, ബൾബിൻ്റെ സ്വിച്ച് കേടായിട്ടുണ്ടാകാം. 5, ബൾബും സ്വിച്ചും തമ്മിലുള്ള കണക്ഷനിൽ എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെയാകാം. അങ്ങനെ പലതരം ഹൈപ്പോത്തസിസുകളാണ് ഒരേ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത ഘട്ടം പ്രഡിക്ഷനാണ്. അപ്പോൾ ഓരോ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്തിട്ട് ആ ഹൈപ്പോത്തസിസ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് എടുക്കുക, കറണ്ട് ഇല്ല. ആ ഹൈപ്പോത്തസിസിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണ്? കറണ്ട് ഇല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫാനും കറങ്ങില്ല അല്ലേ. അപ്പോൾ ആ പ്രഡിക്ഷൻ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഫാൻ കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരൊറ്റ ടെസ്റ്റിംഗ് കൊണ്ട് അത് ഉറപ്പിക്കാൻ കഴിയണമെന്നില്ല. ഫാനും കേടായതാണെങ്കിലോ എന്നൊരു സാധ്യത ആലോചിക്കാം. നമ്മൾ ഒന്നിലധികം സ്വിച്ചുകൾ ഇട്ടിട്ട് അതിൻ്റെ എല്ലാം പ്രവർത്തിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ കറണ്ട് ഇല്ല എന്നുള്ള ഹൈപ്പോത്തസിസ് നമുക്ക് ശരിയാണെന്ന് ഉറപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എടുക്കൂ, ബൾബ് ഫ്യൂസ് ആയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കത്തുന്ന ഒരു ബൾബ് ഇട്ട് നോക്കുക. അപ്പോഴത് പുതിയ ബൾബ് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ബൾബിന് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് നിങ്ങൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, ഓരോ ഹൈപ്പോത്തസിനും ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ബൾബ് കേടാണ് എന്നുള്ള ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? നല്ലൊരു ബൾബ് അല്ലെങ്കിൽ മറ്റൊരിടത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ് ഊരി ഈ ഹോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബൾബ് കത്തും എന്നുള്ളത് ആ ഹൈപ്പോത്തസിസിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രഡിക്ഷനാണ്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം? വളരെ സിമ്പിളായിട്ട് മറ്റൊരു കത്തുന്ന ബൾബ് നിങ്ങൾ ആ ഹോൾഡറിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പല ഹൈപ്പോത്തസിസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു അനാലിസിസിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അവസാനത്തെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ബൾബ് കേടായിരുന്നു എന്നൊരു ഉത്തരത്തിൽ നിങ്ങൾ എത്തിയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ബൾബ് വാങ്ങിയിടുന്നതോടെ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ 5 ഘട്ടങ്ങൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഫോർമലായി എഴുതുമ്പോൾ അല്പം നീളമുള്ളതായിട്ട് തോന്നുന്നുവെങ്കിലും പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളിലും നമ്മളിത് സ്വയം അറിയാതെ നമ്മുടെ മനസ്സിൽ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന പ്രശ്നത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഹൈപ്പോത്തസിസ് അതിനനുസരിച്ച് കോംപ്ലക്സ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങളും അതിനനുസരിച്ചിട്ട് കോംപ്ലക്സ് ആയിട്ട് മാറും എന്ന് കാണാം. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി സയൻസിൽ നിന്ന് തന്നെയുള്ള കുറച്ചുകൂടി റിഗറസ് ആയിട്ടുള്ളൊരു സോൾഡ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഈ ഘട്ടങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് DNA എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് DNA എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സ്ട്രക്ചർ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കുന്നതിൽ വാട്സൺ, ക്രിക്ക് തുടങ്ങിയ സയൻറ്റിസ്റ്റുമാർക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു DNA എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ റിസർച്ച് മെത്തേഡിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡിലെ പല ഘട്ടങ്ങൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് നമുക്കൊന്ന് വിശദീകരിക്കാൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഈ എക്സാമ്പിളിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം?
DNA കുറിച്ച് അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രീവിയസ് ആയിട്ട് DNA കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിനകത്ത് ഏതൊക്കെ ആറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് 4 ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ അതിൽ തന്നെ ഓരോ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം, അതിൻ്റെ മറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അപ്പോഴും ഈ DNA തന്നെയാണ് ഈ ജനറ്റിക് ഇൻഫർമേഷൻ കടന്നു പോകുന്നത് എന്ന് 1944 തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ആവറി മെക്കാത്തി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതുവഴി ഈ DNA ആണ് ശരിക്കും ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ ജനറ്റിക് ഇൻഫർമേഷൻ ഈ DNA സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമുക്കന്ന് ധാരണയില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് കരുതാം. ഹൗ ജനറ്റിക് ഇൻഫർമേഷൻ വാസ് സ്റ്റോർഡ് ഇൻ DNA. സോ ഈ ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗം ശരിക്കും അതാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അല്ലേ. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ആണ്. ഹൗ ജനറ്റിക് ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഇൻ DNA എന്ന ചോദ്യത്തിന് നമുക്ക് പല അഭ്യൂഹങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരുന്ന ഒരു ഹൈപ്പോത്തസിസ് മുമ്പോട്ട് വെച്ചത് ലിനസ് പോളിംഗ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് ഡി വാട്സൺ തുടങ്ങിയവർ ചേർന്ന് ഹൈപ്പോത്തസിസ് ചെയ്ത DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അതായത് ഒരു ഹൈപ്പോത്തസിസ് ആണ്, അതാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അല്ലേ. അതായത് DNA ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറുള്ള ഒരു മോളിക്യൂളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഡിക്ഷൻ എന്താണ്? ആ ഒരു സ്ട്രക്ചർ കൊണ്ട് മറ്റേതൊക്കെ രീതിയിൽ എന്തെങ്കിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു പ്രഡിക്ഷൻ മുമ്പോട്ട് വെക്കാൻ നമുക്ക് സാധിച്ചു. അതായത് DNA സ്ട്രക്ചർ ഡബിൾ ഹെലിക്കിലാണെന്നുണ്ടെങ്കിൽ ആ DNA ക്രിസ്റ്റലിലൂടെ എക്സ്റേസ് കടത്തിവിട്ട് കഴിഞ്ഞാൽ, എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ എക്സ്റേ അതിലൂടെ കടത്തിവിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫ് കിട്ടും. എക്സ്റേ ഡിഫ്രാക്ടോഗ്രാം എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. പക്ഷേ DNA സ്ട്രക്ചർ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണിന് ഒരു എക്സ് ഷേപ്പ് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ ആ എക്സ് ഷേപ്പുള്ള ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫാണ് ശരിക്കും ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഡബിൾ ഹെലിക് സ്ട്രക്ചറുള്ള ഒരു മോളിക്യൂളിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് വഴി കോക്രാൻ, ക്രിക്ക്, വാണ്ട് എന്നിങ്ങനെ 3-4 പേര്, പിന്നെയും പാരലായിട്ട് സ്റ്റോക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പല ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരാണ് മാത്തമാറ്റിക്കലായിട്ട് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറുള്ള ഒരു മോളിക്യൂൾ എക്സ് ഷേപ്പുള്ളൊരു ഫോട്ടോഗ്രാഫ് മോഡ് ആണ് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന പ്രഡിക്ഷൻ നടത്തുന്നത്. ഇത് പല ആളുകളും പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എക്സ്റേ ക്രിസ്റ്റലൈസ് ചെയ്ത് ആക്ച്വലി എക്സ്റേ ഡിഫ്രാക്ഷൻ എടുക്കുക എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് വളരെ ടഫായിരുന്നു. അതിൽ വിജയിച്ചത് ശരിക്കും റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയാണ്. അവരുടെ ആ ഫോട്ടോഗ്രാഫ് അതിനുള്ളിൽ കൃത്യമായി എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫ് എടുത്തപ്പോൾ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫ് ഒരു എക്സ് ഷേപ്പുള്ള ഫോട്ടോഗ്രാഫായിട്ട് തന്നെ കിട്ടി. ആ ഫോട്ടോയെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഫോട്ടോ 51 എന്ന പേരിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫാണ്. ആ ഫോട്ടോ 51 എന്ന് തന്നെ വിളിക്കാൻ കാരണം പല ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് 51ാമത്തെ ഫോട്ടോയിലാണ് അവർക്ക് കൃത്യമായി വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഫോട്ടോ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായി അതെന്താണ് അവിടെ? അതൊരു ടെസ്റ്റിംഗ് ആയിരുന്നു. ആ ടെസ്റ്റിങ്ങിൽ പ്യുവർ ക്രിസ്റ്റലൈസ്ഡ് DNA എക്സ്റേ ഡിഫ്രാക്ഷനോഗ്രാഫിലൂടെ എക്സ് ഷേപ്പുള്ള ഒരു ഫോട്ടോ അവർക്ക് റിസൾട്ടായിട്ട് കിട്ടി. അപ്പോൾ എന്തായിരുന്നു? നമ്മുടെ പ്രഡിക്ഷനുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഫോട്ടോ കിട്ടി. അത് പിന്നീട് അനലൈസ് ചെയ്യുന്നത് വാട്സണും ക്രിക്കും ചേർന്ന് അത് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഐഡിയ പിടികിട്ടി. അതായത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും എന്ന ആ ഒരു ഹൈപ്പോത്തസിസിനെ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിഷ്കരിക്കുകയും ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ മോളിക്യൂൾ, അതായത് അതുവരെയുള്ള വേറെ ചില ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നു. എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കെമിക്കൽ ഇൻഫർമേഷനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആ അറിവുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് DNA കൃത്യമായ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കാൻ വാട്സണും ക്രിക്കിനും സാധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് ഒരു സോളിഡ് എക്സാമ്പിളിൽ നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കുന്നത് എന്ന് പറയാം. റിസർച്ച് മെത്തഡോളജിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.